നാരായണ 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 ശ്രീ ഗുരുവായൂരപ്പ ശരണം ശ്രീ തിരുമംഗലത്തെ ദേവരേ ശരണം ശ്രീ മഹാദേവി നമ ശിവായ നമ ശിവായ നമ ശിവായ. ശ്രീമന്നാരായണീയം ദശകം 39 ഗോകുലയാത്രയെക്കുറിച്ച് അഷ്ടഭുജിയായിട്ട് അമ്മ ദർശനം തരുന്നത് കംസന്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിൽ പറയണു. ഓം ഭവന്തമയമുദ്വഹൻ യദുകുലോദ്വഹോ നിസ്സരൻ ദദർശ ഗഗനോജ്ജലജ്ജലഭരാം കളിന്ദാത്മജാം അഹോ സലില സഞ്ജയ സപുനരൈന്ദ്രജാലോദിതോ ജലൗഖൈവ തൽക്ഷണാൽ പ്രപദമേയതാമായയൗ. അയം യദുകുലോദ്വഹ, ഈ യദുകുലത്തിന് എത്രത്തോളം യശസ് ഉണ്ടാക്കി തീർക്കാൻ സാധിക്കുമോ അത്രത്തോളം ഉണ്ടാക്കുന്നതായിട്ടുള്ള ആ ഭഗവാന്റെ അച്ഛനായിട്ടുള്ള വസുദേവര് ഭവന്തം ഭഗവാനെ ഉദ്വഹൻ എടുത്തുകൊണ്ട്, കയ്യിലെടുത്തുകൊണ്ട്, നിസ്സരൻ ഗൃഹം വിട്ടിട്ട് പുറത്തേക്ക് പോവുക. ഒരു സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് പോയി അവിടെ ഇപ്പോൾ കാരാഗൃഹം വിട്ടിട്ടാണ് പുറത്തേക്ക് പോയത്. പുനഃ പിന്നീട് ഗഗനോജ്ജലജ്ജലഭരാം, ആകാശത്തില്, ഗഗനം എന്ന് പറഞ്ഞാൽ ആകാശം, ആകാശത്തില് ഉജ്ജല ജലഭരാം, ആകാശത്തിൽ ഉയർന്നതായിട്ടുള്ള ജലത്തോടു കൂടിയ കളിന്ദാത്മജാം, അവിടെ അതിശയോക്തി അലങ്കാരമാണ്. ആകാശം മുട്ടി നിൽക്കുന്ന ജലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഴ നിറഞ്ഞു നിൽക്കണു എന്ന് സാരം, നിറഞ്ഞിങ്ങനെ വെള്ളം പോവുകയാണ്. അപ്പോൾ കളിന്ദാത്മജാം, കളിന്ദയുടെ പുത്രിയായിട്ടുള്ള യമുന, ആ കാളിന്തി ദദർശ, കാളിന്തിയെ കണ്ടു. അപ്പോൾ സഹ സലില സഞ്ജയ, ആ ജലം കൂട്ടം എന്ന് വെച്ചാൽ അവിടെ ജലത്തിൻ്റെ വലിയ ആധിക്യം, ഐന്ദ്രജാലോദിത, ഇന്ദ്രജാലം കൊണ്ട് നിർമ്മിതമായിട്ടുള്ള ജലൗഖ ഇവ, ജലപ്രവാഹം എന്ന് തോന്നുന്ന രീതിയിൽ ഒന്നിച്ചിങ്ങനെ കുത്തി ഒലിച്ച് ഒഴുകുന്നുണ്ട്, നല്ല ഒഴുക്കുമുണ്ട്, അതേപോലെ നിറഞ്ഞു നിൽക്കുകയാണ്, വളരെയധികം വീതിയുണ്ട്. ആ സമയത്ത് ഈ ഒരു ഇന്ദ്രജാലം പോലെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ വെള്ളം തൽക്ഷണാത് ഉടൻ തന്നെ പ്രപദമേയതാം, പ്രപദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണങ്കാല്, പാദം അടിഭാഗം, അത് കഴിഞ്ഞ് പ്രപദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണങ്കാല്, ആമ പോലെ ഇരിക്കുന്നതായിട്ടുള്ള ഭാഗം. ആ പ്രപദമേയതാം, കണങ്കാൽ വരെ എത്തുന്ന സ്ഥിതിയിൽ ആയയൗ പ്രാപിച്ചു. അപ്പോൾ ഈ വെള്ളം മുഴുവനെ വറ്റി എന്ന് സാരം. വെള്ളം മുഴുവൻ വറ്റിയിട്ടല്ല, വെള്ളത്തിൻ്റെ കാളിന്തിയുടെ ഒഴുക്കം കൊണ്ട് നിലച്ചു. അപ്പോൾ എവിടം വരെയാണോ ഒഴുക്ക് നിലച്ചാൽ അവിടുന്ന് അങ്ങോട്ട് ബാക്കിയുള്ളൊക്കെ ഒഴുകിപ്പോയി. കാളിന്തി ഭൂമി കാണാൻ സാധിച്ചു. കാളിന്തിയുടെ ഉപരിയിലുള്ള വെള്ളം അത് ലവലേശം ഇല്ലാത്ത രീതിയിലാണ് കാണാൻ സാധിച്ചത്. അപ്പോൾ കഷ്ടിച്ച് വെള്ളം ഇങ്ങനെ ഒഴുകുണ്ടോ വെച്ചാൽ പരന്നിങ്ങനെ ഒഴുകുന്നുണ്ട്, കണങ്കാല് വരെ ഇങ്ങനെ കാല് കഴുകാനുള്ള വെള്ളം അത്രയേ ഉള്ളൂ. അങ്ങനെ ആയയോ, അഹോ ആശ്ചര്യം. അപ്പോൾ ഇത് മായയുടെ പരിപാടിയാണ്. അത്രയും ദൂരം പിന്നെ എന്തില്ല, ഒരു വിഷമവും ഇല്ലാതെ കണ്ട് ഭൂമിയിൽ നടക്കണ പോലെയാണ് നടക്കാം. മഴ പെയ്യുന്നുണ്ട്, ആകാശത്ത് കാറുണ്ട്, ഈ ഭണം, അതിലത്തെ അനന്തൻ്റെ ഭണത്തിൽ പ്രകാശം ചൊരിയുന്നുണ്ട് രത്നങ്ങളിലൂടെ, രത്നങ്ങളിൽ നിന്ന്. അങ്ങനെ നടക്കുമ്പോഴാണ് പുഴ തിരിച്ചെത്തിയത്. അപ്പോൾ യമുന ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ട്. അവിടെ ചെന്നപ്പോൾ ഭഗവാനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് യമുന വഴിമാറിക്കൊടുത്തു. എപ്രകാരത്തിൽ സമുദ്രം ശ്രീരാമന് സേതു ബന്ധിക്കാൻ വേണ്ടിയിട്ട് വഴി കൊടുത്ത പോലെ എന്ന് പ്രത്യേകമായിട്ട് ഭാഗവതത്തിലെ സൂചന. ഭവന്തമയമുദ്വഹൻ, ഭവന്തം അയം ഉദ്വഹൻ യദുകുല ഉദ്വഹോ. യദുകുല ഉദ്വഹൻ എന്നുള്ളത് ഭഗവാനും അങ്ങനെ തന്നെയാണെങ്കിലും ഇവിടെ വസുദേവരെയാണ് ഉദ്ദേശിച്ചത്. നിസ്സരൻ, അവിടെ നിന്നും പോയിട്ട്, ദദർശ, എവിടെ നിന്നും പോയിട്ട്, ഈ കാരാഗ്രഹത്തിൽ നിന്നും പുറത്തേക്ക് പോയി. എവിടേക്കാണ് പോയത്? അമ്പാടിയിലേക്ക്. ദദർശ ഗഗനോജ്ജലജ്ജലഭരാം, കണ്ടു. എന്താ കണ്ടത്? ആകാശത്തോളം മുട്ടി നിൽക്കുന്നതായിട്ടുള്ള ഈ ജലഭാരം, അത്രയും കൂടുതൽ വെള്ളമുണ്ട് ഈ യമുനയിൽ. കളിന്ദാത്മജാം, കളിന്ദൻ്റെ മകള്, കളിന്ദയുടെ മകള്, അത് യമുനയാണ്. ഏതായാലും അങ്ങനെയുള്ള ആ സൂര്യൻ്റെ പുത്രിയായിട്ടുള്ള ഈ വിരജയാണ് സ്വതേ കാളിന്തിയായിട്ട് വന്നിരിക്കുന്നത്. വൃന്ദാവന തീരത്തോടെ ഇങ്ങനെ ഒഴുകാണ്. ഗംഗ തന്നെയാണ് അതൊക്കെ കേട്ടോ. എങ്കിലും ഈ യമുന, ആ യമുനയിലെ കാളിന്തിയിൽ അഹോ സലില സഞ്ജയ, വളരെയധികം ജലം. അത് സഹ പുനഃ ഐന്ദ്രജാല ഉദിത, ഒരു ഇന്ദ്രജാലം പ്രകടിപ്പിച്ച പോലെ
ആ സമയത്ത് ഈ ജലൗഘ ഇവ തൽക്ഷണാത് പ്രപദമേയതാം ആയയോ. ഈ ഒന്നിച്ചുള്ള വലിയ വെള്ളം വലിയ ഒഴുക്കാണ്, അത്രയും കൂടുതൽ ആസ്തിയുണ്ട്, അതിൻ്റെ ആധിക്യം വളരെ കൂടുതലാണ്. അതാണ് ഈ ഒഴുകുന്ന വെള്ളത്തിൻ്റെ ഒഴുക്ക് നിന്ന് ഈ നിര്യാണി വരില്ല, നിര്യാണിയുടെ താഴെ പ്രപദം കഷ്ടിച്ച് അങ്ങോട്ട് നനയും, അത്രയേ ഉള്ളൂ, അത്രയ്ക്ക് അങ്ങോട്ടായി തീർത്തു. അപ്പോൾ യദുവംശത്തിന് മഹത്വം ഉണ്ടാക്കുന്നതായിട്ടുള്ള ഈ വസുദേവര് ഭഗവാൻ ശ്രീകൃഷ്ണനെ കയ്യിലെടുത്തുകൊണ്ട് കാരാഗൃഹത്തിൽ നിന്നും പോന്നു. അവിടെ മായ കാണിച്ചു. കാരണം കാരാഗൃഹം തന്നെ തുറന്നു, ചങ്ങല കെട്ടുകൾ തന്നെ അഴിഞ്ഞു, പാറാവുകാരെല്ലാം ഉറങ്ങി, കൂരാക്കൂരിട്ടാണ്. അപ്പോൾ ഒരു തടസ്സവും ഇല്ലാതെ ഇങ്ങനെ നടന്നു പോന്നു. അപ്പോഴാണ് കാലിന്തി തീരത്തിലെത്തിയത്. അവിടെ പുഴയിൽ വെള്ളം നിറച്ചുണ്ട്, നല്ല ഒഴുക്കുമുണ്ട്. ആ വെള്ളം ഈ ഭഗവാൻ അങ്ങോട്ട് വന്നതോട് കൂടിയിട്ട് ഒരു ഇന്ദ്രജാലം പോലെ, ഒരു മായ കാണിച്ച പോലെ, മായയുടെ പരിപാടിയാണ് അത്. ജലപ്രവാഹം അങ്ങോട്ട് നിന്നു, ഈ ജലത്തിൻ്റെ അളവ് അങ്ങോട്ട് കുറഞ്ഞു. ഒരു കാല് കഴുകാനുള്ള വെള്ളം, കാലിൻ്റെ നഖത്തിൻ്റെ മീതെ പ്രപദത്തിൻ്റെ അവിടം വരെ വെള്ളമുള്ളൂ, ആ നിലയ്ക്കാണ്ട് കാളിന്തി താണു. അങ്ങനെ ഭഗവാന് പോകാനുള്ള വഴി ഒരുക്കി കാളിന്തി. എന്തൊരു ആശ്ചര്യം അല്ലെ. ഇനിയും ആശ്ചര്യം ധാരാളം ചെയ്യാൻ പോകുന്നുണ്ട്. ഇങ്ങനെ ഒന്ന് ചെയ്തു, അത്രയേ ഉള്ളൂ. ഭവന്തമയമുദ്വഹൻ യദുകുലോദ്വഹോ നിസ്സരന്തദർശഗഗനോച്ചലജ്ജലഭരാം കളിന്ദാത്മജാം അഹോ സലില സഞ്ജയ സ പുനരൈന്ദ്രജാലോദിതോ ജലൗഘൈവ തൽക്ഷണാൽ പ്രപദമേയതാമായയൗ പ്രസുപ്ത പശുപാലികാം നിഭൃതമാരുദൽ ബാലികാം അപാവൃതകവാടികാം പശുപവാടികാമാവിശൻ ഭവന്തമയമർപ്പയൻ പ്രസവതൽപകേ തൽപദാത് വഹൻ കപടകന്യകാം സ്വപുരമാഗതോ വേഗതാം. അയം ഈ വസുദേവര്, അദ്ദേഹം എന്നർത്ഥം. പ്രസുപ്ത പശുപാലികാം, ഉറങ്ങിക്കിടക്കുന്നതായിട്ടുള്ള ഗോപബാലികമാരോട് കൂടിയതും. പശുപാലിക ഗോപികമാരാണ്. ആ ഗോപികമാരൊക്കെ ഉറങ്ങിയിരിക്കുകയാണ്, പ്രസുപ്തം ആണ്, നല്ല ഡീപ്പ് സ്ലീപ്പാണ്, എല്ലാവരും ഉറങ്ങിക്കിടക്കുക. പ്രസുപ്ത പശുപാലികാം, ഈ ഗോപികമാരൊക്കെ ഉറങ്ങിക്കിടക്കുക. നിഭൃത മാരുദത് ബാലികാം, പതുക്കെ നിഭൃതം ആരുദത്, കരയുക, വളരെ മെല്ലെ. നിഭൃതം ആരുദത്, ആ മെല്ലെ ഇങ്ങനെ കുട്ടി കരയുണ്ട്. ബാലികാം, ഈ പെൺകുട്ടി. അപാവൃതക വാടികാം, അപ്പോൾ ഈ വാതിലുകളൊക്കെ അപാവൃതക വാടികാം, വാതിലുകൾ ഇങ്ങനെ തുറന്നിട്ടിരിക്കുന്നുണ്ട്. തുറന്ന വാതിലോട് കൂടിയിട്ടാണ് ഈ അമ്മയിൽ കിടക്കുന്നത്. പശുപവാടികാം, ഈ നന്ദഗോപഗൃഹം, അവിടെ നന്ദ എന്നുള്ളതില്ല, പശുപവാടികാം, പശുക്കൾ, ഒരു ഗോശാലയാണത്. അങ്ങനെയുള്ള ആ പശുക്കളെ മാത്രം മേച്ച് ഉപജീവനം കഴിക്കുന്നതായിട്ടുള്ള ഒരു വിഭാഗമാണ്. അവിടെ ആ വാടികയിൽ ആവിശൻ അവിടെ പ്രവേശിച്ചിട്ട്, അവിടെ പ്രത്യേകമായിട്ടുള്ള പേര് വരാനുള്ള കാരണം, നന്ദഗോപരുടെ എന്ന് പ്രത്യേകം വ്യാഖ്യാനത്തിൽ പറയാനുള്ള കാരണം, നന്ദഗോപരുടെ ഗൃഹത്തിലാണല്ലോ യശോദ പത്നിയായിട്ടുള്ളത്. ആ യശോദയാണല്ലോ ഇപ്പോൾ പ്രസവിച്ച് കിടക്കുന്നത്. അപ്പോൾ ആ ഗൃഹത്തിലേക്ക് തന്നെ ചെന്നു. അവിടെ വസുദേവർക്ക് ഏതാണോ ഗൃഹം എന്നുള്ളത് കുറച്ചൊരു അമ്പരപ്പുണ്ടായിരുന്നു. ഈ കരച്ചിലും, ചെറിയ കുട്ടി ഒന്ന് കരഞ്ഞു, പിന്നെ ഒരു പ്രകാശവും കണ്ടു. തുറന്ന വാതിൽ ഇവിടെ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം അടച്ച വാതിലാണ്. അപ്പോൾ ഈ മറ്റേ ഗോകുലത്തിൽ, ആ ഗോകുലത്തിൽ ഈ നന്ദഗോപരുടെ ഗൃഹം മാത്രമേ തുറന്നു കിടക്കുള്ളൂ, അവിടെ മാത്രമേ വെളിച്ചുള്ളൂ, അവിടെ മാത്രമേ ഈ കുട്ടിയുടെ കരച്ചിലും കേട്ടുള്ളൂ. അപ്പോൾ അവിടേക്ക് പ്രവേശിച്ചു. പ്രസവ തൽപകെ, അവിടെ പ്രസവ കിടക്കയിൽ, പ്രസവിച്ച അപ്പാണ് കിടക്കുക, ആ രാത്രി അപ്പാണ് പ്രസവിച്ചിട്ടേ ഉള്ളൂ. ഭവന്തം, അവിടെ ആ പ്രസവ കിടക്കയിൽ ഈ കൃഷ്ണനെ അർപ്പയൻ അവിടെ വെച്ചു. തൽപദാത്, ആ കിടക്കയിൽ നിന്ന്, ആ പദത്തിൽ നിന്ന്, ഈ കട്ടിലും കിടക്കും ഉണ്ടല്ലോ, ആ യശോദയുടെ തൊട്ടടുത്ത് കിടക്കണ ആ കുട്ടിയെ, കപടകന്യകാം, മായാകന്യകയെ, ഉദ്വഹൻ അവിടുന്ന് എടുത്തു. വേഗത്തിൽ സ്വപുരം ആഗത, സ്വന്തം ഗൃഹത്തിലേക്ക് പോരുകയും ചെയ്തു. അപ്പോൾ ആ കുട്ടി അവിടെ കിടത്തി, ഉണ്ണി അവിടെ കിടത്തി, കുട്ടിയെ ഇങ്ങോട്ട് എടുക്കുകയും ചെയ്തു. എന്നിട്ട് തിരിച്ച് ഇതേപോലെ ഇങ്ങോട്ട് പോരുകയും ചെയ്തു. അയം പ്രസുപ്ത പശുപാലികാം നിഭൃതം ആരുദത് ബാലികാം അപാവൃതക വാടികാം പശുപവാടികാം ആവിശൻ പ്രസവതൽപകെ ഭവന്തം അർപ്പയൻ തൽപദാത്
കപടകന്യകാം ഉദ്വഹൻ വേഗത സ്വപുരം ആഗത. വസുദേവരെ ഉറങ്ങിക്കിടക്കുന്നതായിട്ടുള്ള ഗോപബാലിക ഗോപിമാർ അവരെല്ലാവരും നല്ല ഉറക്കമാണ്. അപ്പോൾ ഈ ഗോപിക യശോദയും ഗോപിക തന്നെയാണ്. ആ ഗോപികയുടെ അടുത്ത് കിടക്കുന്നതായിട്ടുള്ള ഈ ഗോപബാലിക ചെറുതായിട്ടൊന്ന് കരയുണ്ട്. ചെറിയ കുട്ടിയല്ലേ, എത്രയല്ലേ ആയുള്ളൂ, അപ്പോൾ പ്രസവിച്ച അത്രയേ ആയിട്ടുള്ളൂ. ആ കുട്ടി ഇങ്ങനെ കരയുണ്ട്. തുറന്ന വാതിലാണ്, ചെറിയൊരു പ്രകാശമുണ്ട്. അപ്പോൾ അത് ഗ്രഹം നന്ദഗോപരുടെ ഗ്രഹമാണ്. അവിടെ പശുക്കളെ നോക്കുന്നതായിട്ടുള്ള ഈ ഗോപന്മാരുടെ സ്ഥലമായതുകൊണ്ട് ആ ഗൃഹത്തിലേക്ക് ഈ പ്രകാശവും കരച്ചിലും കേട്ട് അവിടേക്ക് പ്രവേശിച്ചു. അപ്പോൾ ആ കുട്ടിയെ കണ്ടു. പ്രസവിച്ച് കിടക്കുന്നതായിട്ട് ആ കുട്ടിയെ ആ കിടക്കയിൽ തൻ്റെ കയ്യിലുള്ള ഈ കൃഷ്ണനെ, ഉണ്ണിയെ അവിടെ കിടത്തി. എന്നിട്ട് കിടക്കയിൽ നിന്ന് ഈ കപടകന്യകയെ, മായ ആകുന്ന ആ നന്ദജയെ, കന്യകയെ എടുത്തിട്ട് വേഗത്തിൽ സ്വന്തം ഗൃഹത്തിലേക്ക് പോരുകയും ചെയ്തു. രണ്ടുപേരും കാപട്യക്കാരാ. പക്ഷേ അവിടെ കാപട്യം എന്നുള്ളത് നന്ദജ പിന്നീട് ഈ ജീവിച്ച് കാണിക്കുന്നില്ല, കൃഷ്ണൻ ജീവിച്ച് കാണിക്കുകയാണ്. അതുകൊണ്ട് കപടകന്യക എന്ന് അവിടെ കൊടുത്തു. അപ്പം അങ്ങനെയുള്ള കുട്ടിയെ മാറ്റം ചെയ്തുകൊണ്ട് അവിടുന്ന് വസുദേവർ പോന്നു. പ്രസുപ്ത പശുപാലികാം നിഭൃതമാരുദ്ബാലികാം അപാവൃത കവാടികാം പശുപവാടികാമാവിശൻ ഭവന്തമയമർപ്പയൻ പ്രസവ തൽപകേ തൽപദാത് വഹൻ കപടകന്യകാം സ്വപുരമാഗതോ വേഗതാം തതസ്ത്വദനുജാരവക്ഷപിത നിദ്രവേഗദ്രവ ഭടോത്കര നിവേദിത പ്രസവ വാർത്തയൈവാർത്തിമാൻ വിമുക്ത ചിഗുരോൽക്കരസ്ത്വരിതമാപതൻ ഭോജരാടതുഷ്ട ഇവ ദൃഷ്ടവാൻ ഭഗിനികാകരേ കന്യകാം. അവിടെ തതഃ ത്വത് അനുജ രവ ക്ഷപിത നിദ്ര വേഗ ദ്രവത് ഭട ഉൽക്കര നിവേദിത പ്രസവ വാർത്തയ ഏവ. ത്വത് അനുജ, അവിടുത്തെ അനുജത്തിയായിട്ടുള്ള അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി എന്നാണ്. ഭഗവാന്റെ ജനനം ആദ്യം പറഞ്ഞു രോഹിണി നക്ഷത്രത്തിലാണ് എന്ന്. ഭഗവതി ഇവിടെ ജനിച്ചിരിക്കുന്നത് കാർത്തിക നക്ഷത്രത്തിലാണ്. അശ്വതി ഭരണി കഴിഞ്ഞിട്ട് കൃത്തിക തൊട്ടാണ് സ്വതേ തുടങ്ങുക എങ്കിലും രോഹിണി തൊട്ട് കണക്കാക്കാച്ചാലാണ് ഈ രോഹിണി കഴിഞ്ഞിട്ട് 28ാമത്തെ നാളായിട്ട് ഈ കാർത്തിക വരുന്നുള്ളൂ. അപ്പോൾ ഒരു പക്ഷേ രോഹിണി കഴിഞ്ഞിട്ടുള്ള കാർത്തികയ്ക്ക് ആവണച്ചാൽ ഒരു മാസം കാത്തിരിക്കണം. അതൊട്ട് പറ്റൂല. അപ്പോൾ എല്ലാം ആയതുകൊണ്ട് രോഹിണി നാള് രണ്ടാമത് വന്നു എന്നാ ആദ്യം വന്നു എന്നാ പറയേണ്ടത് വെച്ചാൽ ആവശ്യമില്ല. ഏതായാലും അവിടെ അനുജത്തി എന്നുള്ള നിലയ്ക്ക് കണക്കാക്കിയിട്ടുള്ളൂ. അത് അനുജാരവ, ആ അനുജത്തി ഉണ്ടാക്കിയിട്ടുള്ള ശബ്ദം, മഹാമായയുടെ ഈ ശബ്ദം ക്ഷപിത നിദ്രവേഗ, ആ മഹാമായയുടെ കരച്ചിൽ ഉറക്കെ കരഞ്ഞു കഴിഞ്ഞപ്പോൾ, ഉറക്കല്ലാട്ടോ മെല്ലാണ് കരച്ചിലെങ്കിലും അത് ഇവിടെ എത്തിയതിൻ്റെ ശേഷമാണ്. എവിടെ എത്തിയതിൻ്റെ ശേഷം കുട്ടിയെ മാറ്റി ദേവിക്ക് ഈ കുട്ടിയെ കൊണ്ടുകൊടുത്തു. അപ്പോൾ മുല കൊടുത്തതിൻ്റെ ശേഷം മുല കുടിച്ച് സുഖമായിട്ടിരിക്കുന്ന അമ്മ ഈ കപടകന്യക മായാദേവി ബാക്കിയുള്ളവരെയൊക്കെ ഉണർത്താൻ വേണ്ടിയിട്ട് ഒരു ശബ്ദം ഉണ്ടാക്കി. അത് കരച്ചിൽ, കുട്ടിയുടെ കരച്ചിൽ. ഈ ശബ്ദം കേട്ടതോട് കൂടിയിട്ടോ നിദ്രവേഗദ്രവ, അപ്പോൾ ഉറക്കത്തിലാണ് ഇരിക്കുന്നതെങ്കിലും ആ ഭടന്മാരുടെ ഉറക്കം മുഴുവനെ വിട്ടുപോയി. വേഗദ്രവത് ഭടോൽക്കര നിവേദിത, അപ്പോൾ ഉറക്കം ഉണർന്നു. ഭടന്മാരൊക്കെ ഉൽക്കരം അവരെല്ലാവരും ഉണർന്നു. എന്നിട്ടോ നിവേദിത പറഞ്ഞു, നിവേദനം കൊടുത്തു. എന്താ നിവേദനം കൊടുത്ത്? ആർക്കാ കൊടുത്തത്? പ്രസവ വാർത്തയായവ, ഈ അമ്മ ദേവകീ ദേവി പ്രസവിച്ചു എന്നുള്ളത് കംസനോട് ചെന്ന് പറഞ്ഞു. അതാണ്. അപ്പോൾ ദേവകിയുടെ പ്രസവ വാർത്ത കംസനെ അപ്പോഴേ അറിയിച്ചിട്ടുള്ളൂ. ഇത് ഉണ്ണി ഉണ്ടായത്, കുട്ടിയെ മാറ്റം ചെയ്തത് ഒന്നും അറിഞ്ഞിട്ടില്ല. അതേപോലെ വസുദേവരെ ദേവകിയും ദേവിയും മറ്റേ ചതുർബാഹു വിഷ്ണു സ്വരൂപത്തെ കണ്ടത്, അവർ സ്തുതിച്ചത്, ഭഗവാൻ ചില നിർദ്ദേശങ്ങളെ പറഞ്ഞത്, ഇതൊന്നും ആരും അറിഞ്ഞില്ല. അങ്ങനെ ഈ ഉണ്ണി അവിടെ കൊണ്ടുപോയി, കുട്ടി ഇവിടെ കൊണ്ടുവന്നു, കുട്ടി മുല കുടിച്ചു, അതിന് ശേഷം കരഞ്ഞു. അപ്പം അതിന് ശേഷം എല്ലാവരും ഉണർന്നു. ആ കാര്യം ഉടനെ തന്നെ ഈ കംസനോട് ചെന്ന് പറയുകയും ചെയ്തു ഭടന്മാരെ. തതഃ ത്വത് അനുജാരവക്ഷപിത നിദ്രവേഗദ്രവൽ ഭടോൽക്കര നിവേദിത പ്രസവ വാർത്തയാ ഏവ ആർത്തിമാൻ. പക്ഷേ അവിടെ പലതരത്തിൽപ്പെട്ടതായിട്ടുള്ള ദുഃഖങ്ങൾ അനുഭവിക്കുകയാണ്. ഭയം എന്നുള്ള രീതിയിൽ വേദനിക്കുക. ആർത്തിമാനായിട്ടുള്ള കംസൻ
വിമുക്ത ചിഗുരോൽക്കരഹ, ചിഗുരം അഴിഞ്ഞുപോയി, കെട്ടഴിഞ്ഞു, തലമുടി അങ്ങനെ തലമുടിയെ കഴിഞ്ഞു വീണതായിട്ട്. ത്വരിതം ആപതൻ, അതിന് വേഗത്തിൽ ഓടി വരികയാണ്. അപ്പോൾ ത്വരിതൻ ആപതൻ, ഓടി വരുന്നതായിട്ടുള്ള വേഗത്തിൽ ദേവകിയുടെ അടുത്തെത്തി. വരണ വഴിക്കൊന്ന് വീണോ സംശയമുണ്ട്, എന്തായാലും വീണിട്ടില്ല, വീഴാൻ പോയി, കാല് തച്ചുട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. ഭോജരാട്, ആ ഭോജരാജാവായിട്ടുള്ള ഈ കംസൻ അതുഷ്ടഹ ഇവ, ഒട്ടും സന്തോഷമില്ലാത്തവനായിട്ട് ഭഗിനികാകരെ കന്യകാം ദൃഷ്ടവാൻ, സഹോദരി ദേവകിയുടെ കയ്യിൽ കന്യക പെൺകുട്ടിയെ കണ്ടതേ. അപ്പോൾ ഒട്ടും സന്തോഷമില്ലാണ്ടായി. ഇതെന്ത് കള്ളത്തരാത്, എട്ടാമനാണ് ഈ കുട്ടി. അപ്പോൾ ഈ കുട്ടി എങ്ങനെയാ ഉണ്ണിയാവേണ്ടവൻ, അതിപ്പോൾ കുട്ടിയായിട്ടാണ് കാണുന്നത്. അത് അപ്പോൾ ഒട്ടും ഇഷ്ടമായില്ല. തതസ്തുതനുജാരവ ക്ഷപിത നിദ്രവേഗദ്രവത് ഭടോൽക്കര നിവേദിത പ്രസവ വാർത്തയേവാർത്തിമാൻ വിമുക്ത ചിഗുരോൽക്കരസ്ത്വരിതമാപതൻ ഭോജരാട് അതുഷ്ട ഇവ ദൃഷ്ടവാൻ ഭഗിനികാകരേ കന്യകാം. അതിനുശേഷം ഈ ഭഗവാന്റെ അനുജത്തിയായിട്ടുള്ള ഈ മഹാമായയായിട്ടുള്ള നന്ദജ ദേവകീ ദേവിയുടെ സ്തന്യം കുടിച്ചതിന് ശേഷം എല്ലാവരെയും ഉണർത്താൻ വേണ്ടിയിട്ട് ഒന്ന് കരഞ്ഞു. ആ കരച്ചിൽ ഇവിടെ ചെറിയ ശബ്ദമാണെങ്കിലും എല്ലാവരുടെ അടുത്തും എത്തി. ആ ഭടന്മാരെ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന വഴിക്ക് തന്നെ കംസനോട് ചെന്ന് പറഞ്ഞു, ദേവകി പ്രസവിച്ചു കേട്ടോ. അപ്പോൾ എപ്പോഴാണ് ഇത് പ്രസവിക്കുന്നത് എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ എന്ന നിലയ്ക്കാണ്. കൊല്ലാൻ വേണ്ടിയിട്ട് വാളും കൈ പിടിച്ചിട്ടാണ് കിടന്നുറങ്ങണത്. ഇത് കേട്ടതോട് കൂടിയിട്ട് ഭയപ്പെട്ട് ദുഃഖിച്ചു. കംസൻ വേഗം എഴുന്നേറ്റപ്പോൾ തലമുടി കഴിഞ്ഞു, കിരീടമൊക്കെ താഴെ പോയി. മാത്രമല്ല അവിടെ നിന്ന് ഓടി വരികയുണ്ടായിരുന്നു. അപ്പോൾ കാലൊന്ന് തച്ചൊട്ടി. അങ്ങനെ ഈ ഭോജരാജാവായിട്ടുള്ള ഈ കംസൻ ഒട്ടും സന്തോഷമില്ലാത്തവനായിട്ട് ഈ കാരാഗൃഹത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ കണ്ടതോ, ഉണ്ണിയെ കാണേണ്ട സ്ഥലത്ത് പെൺകുട്ടിയാണ് കണ്ടത്. ദേവകിയുടെ കയ്യിലൊരു പെൺകുട്ടിയെ കണ്ടു. ഇനി 4-ാമത്തെ ശ്ലോകം. ധ്രുവം കപടശാലിനോ മധുഹരസ്യ മായാ ഭവേദസാവിധി കിശോരികാം ഭഗിനികാകരാലിംഗിതാം ദിപോ നളിനികാന്തരാദിവ മൃണാളികാമാക്ഷിപന്നയം ത്വദനുജാം അജാം ഉപലപട്ടകേ പിഷ്ടവാൻ. അസൗ കപടശാലിനം മധുഹരസ്യ മായാ ഭവേദ് ധ്രുവം ഇതി അയം ഭഗിനികാകരാലിംഗിതാം അജാം ത്വദനുജാം കിശോരികാം ദ്വിപഃ നളിനികാന്തരാത് മൃണാളികാം ഇവ ആക്ഷിപൻ ഉപലപട്ടകേ പിഷ്ടവാൻ. ഇത് അന്വയം. അസൗ, ഈ പെൺകുട്ടി, കപടശാലിനം, കപട സ്വഭാവമായിട്ടുള്ള മധുഹരസ്യ, മധുവിനെ കൊന്നതായിട്ടുള്ള വിഷ്ണുവിൻ്റെ മായ കൊണ്ടുണ്ടായ പെൺകുട്ടി തന്നെ എന്ന് കംസന്റെ വിചാരാണ്. ഈ പെൺകുട്ടി കപടശാലിയായിട്ടുള്ള ദേവദേവനായിട്ടുള്ള മധുവിനെ കൊന്നതായിട്ടുള്ള മഹാവിഷ്ണുവിൻ്റെ മായ കൊണ്ട് പെൺകുട്ടി ആയതാണ്. അതല്ലെങ്കിൽ ഈ പെൺകുട്ടി വിഷ്ണുവിൻ്റെ കപടവേഷമാണ്. ഭവേദ്, കാരണം മോഹിനിയൊക്കെ ആയിട്ടുണ്ടല്ലോ, അപ്പോൾ ഭവേദ് ഇത് അങ്ങനെ തന്നെയായിരിക്കും. ധ്രുവം ഇത് അതങ്ങോട്ട് ഉറപ്പിച്ചു. അത് മാക്സിമത്തിൽ കണ്ട് ഉറപ്പിച്ചു. ഇനി വേറൊരു അങ്ങനെ ഒരു സംശയം ഇല്ല. പെൺകുട്ടിയാവും ഇല്ല, ഇത് വിഷ്ണു തന്നെയാണ് പെണ്ണായിട്ട് ഇപ്പോൾ നാട്യം കാണിച്ചെടുക്കുകയാണ്. ഇത് എപ്പോൾ വേണിച്ചാൽ ആണാവാം, കാരണം മോഹിനി ആയതാ. അതാണ്ട് ഉറപ്പിച്ചതിൻ്റെ ശേഷം അയം ഭഗിനിക കര അലിംഗിതാം. അപ്പോൾ ഈ കംസൻ സഹോദരി ദേവകി ഈ കുട്ടിയെ ഇങ്ങനെ ആലിംഗനം ചെയ്തിരിക്കുകയാണ്, മുല കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് ദേവിയാണെന്നോ അല്ലെങ്കിൽ മഹാദേവിയാണെന്നോ ഇത് കൃഷ്ണൻ അല്ല എന്നോ ഒന്നും മനസ്സിലായിട്ടില്ല. അജാം, ഇത് പ്രകൃതിയായിട്ടുള്ള മായാദേവിയായിട്ടുള്ള ശാശ്വതയായിട്ടുള്ള ഈ അജാം, ഈ കുട്ടിയെയാണ് സഹോദരിയായിട്ടുള്ള ദേവകി മുല കൊടുത്തുകൊണ്ട് ആലിംഗനം ചെയ്ത് മുറുക്കെ പിടിച്ചെടുക്കുക. ത്വദനുജാം, ആ ഭഗവാന്റെ അനുജത്തിയായിട്ടുള്ള ഈ മായാരൂപമെടുത്തതായിട്ടുള്ള നന്ദജയെ, മഹാദേവിയാകുന്ന മായയെ, ഈ അനുജത്തിയെ, കിശോരികാം, ആ ചെറിയ പെൺകുട്ടിയെ, പെൺകിടാവിനെ, ദ്വിപഹ നളിനികാന്തരാത്, ഒരു ആന, ദ്വിപം എന്ന് പറഞ്ഞാൽ ആന, അതായത് 2 കൊമ്പ് ഇങ്ങനെ വന്നത്, അത് രണ്ടാമത് വന്നെന്നുള്ളേക്ക് ദ്വീപൻ അങ്ങനെയാ പറയാം. അപ്പം അതുകൊണ്ട് അതിനെ ആന, ദ്വിപഹ എന്ന് പറഞ്ഞാൽ ആന. നളിനികാന്തരാത്, താമരപ്പൊയ്കയുടെ ഉള്ളിൽ നിന്ന്, ആന വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ താമര ഉണ്ടെങ്കിൽ താമര അങ്ങോട്ട് വലിക്കുമല്ലോ. മൃണാളികാം ഇവ, ഈ താമര വളയത്തെ എന്ന പോലെ ഈ പെൺകുട്ടിയുടെ കാല് പിടിച്ചു ആക്ഷിപൻ, എന്നിട്ട് ശക്തിയായിട്ട് ഇങ്ങോട്ട് വലിച്ചു. ഇങ്ങോട്ട് വലിച്ചപ്പോൾ ദേവകിയുടെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് പോന്നു. എന്നിട്ടോ
ആക്ഷിപൻ ഉപലപട്ടകേ പിഷ്ടവാൻ. എന്നിട്ട് സാധാരണഗതിയിൽ എങ്ങനെയാ പതിവ് വെച്ചാൽ പുറത്തേക്ക് കൊണ്ടുപോകും. അവിടെ ഒരു പാറയുണ്ട്, ശിശുക്കളെ കൊല്ലാനുള്ള പാറയുണ്ട്. ആ പാറയുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് വളരെ ശക്തിയായിട്ട് ഈ പാറയിൽ അടിക്കാൻ വേണ്ടിയിട്ട് ആഞ്ഞ് ഇങ്ങനെ ആകാശത്തേക്ക് കണ്ടെത്തി ഈ കുട്ടി. കംസൻ വലിയ ശരീരം, ഈ ചെറിയ പ്രസവിച്ചായിട്ട് ചെറിയ കുട്ടി. അത് ആനയ്ക്ക് ഒരു താമര പോലെയുള്ളൂ. ആ താമര വെള്ളത്തിൽ നിന്ന് ഇങ്ങോട്ട് വലിച്ചെടുത്തു, താമര വളയത്തോട് കൂടിയിട്ട്. എന്നിട്ട് ആ താമരയെ ഒരു പാറയിൽ അടിക്കുക. ആന അങ്ങനെയാണല്ലോ പതിവ്. എന്ന കൂട്ടത്തിലാണ് കംസൻ എല്ലാ കുട്ടികളെയും പതിവ്. അങ്ങനെ ഈ ദേവകിയുടെ മാറത്തുനിന്ന് അല്ലെങ്കിൽ ആലിംഗനം ചെയ്തിട്ടുള്ള ആ കുട്ടിയെ സന്യം കൊടുക്കുന്ന സമയത്ത് ആജിച്ഛിതേ കല എന്നാണ് ഭാഗവതം. അവിടെ ഈ കുട്ടിയെ അങ്ങോട്ട് എടുത്ത് പുറത്തേക്കാണ്ട് പോയി ഈ പാറയുടെ അടുത്ത് എത്തി. എന്നിട്ട് അങ്ങോട്ട് കൊല്ലാനായിട്ട് ആഞ്ഞു. അപ്പോൾ കുട്ടി മുകളിൽ, കംസൻ്റെ കൈ മുകളിൽ, ആ കംസൻ്റെ കൈയിൻ്റെ മുകളിൽ ഈ കുട്ടി ഇങ്ങനെ ആകാശത്താണ് നിൽക്കുന്നത്. അപ്പോൾ ധ്രുവം കപടശാലിനോ മധുഹരസ്യ മായാ ഭവേത് അസൗ ഇതി കിശോരികാം ഭഗിനികാകരാലിംഗിതാം ദിപോ നളിനികാന്തരാദിവ മൃണാളികാമാക്ഷിപൻ അയം ത്വതനുജാം അജാം ഉപലപട്ടകേ പിഷ്ടവാൻ. ഇനി തതോ ഭവതുപാസകോ ഛടിതി മൃത്യുപാശാദിവ പ്രമുച്യ തരസൈവ സ സമധിരൂഢരൂപാന്തര അധസ്ഥലമജഗ്മുഷീ വികസദഷ്ടബാഹുസ്ഫുരൻ മഹായുധമഹോ ഗതാ കില വിഹായ സാദിദ്യുതേ. സാ ആ ദേവി ഭവതുപാസക, അങ്ങയെ ഭജിക്കുന്നതായിട്ടുള്ള ഈ ഭക്തൻ മൃത്യുപാശാദൈവ, മൃത്യുപാശത്തിൽ നിന്ന് എങ്ങനെയാണോ രക്ഷപ്പെടുന്നത് അതേപോലെ തതഹ ഛടിതി, വളരെ വേഗം തന്നെ അദ്ദേഹത്തിൽ നിന്നും, അയാളിൽ നിന്നും, അതിൽ നിന്നും, ആ കംസന്റെ പിടുത്തത്തിൽ നിന്നും, ഛടിതി വളരെ വേഗം, പ്രമുച്യ അവന്ന് മോചനം നേടി, തരസായേവ വളരെ വേഗം തന്നെ, സമധിരൂഢരൂപാന്തര എന്നിട്ടോ മറ്റൊരു രൂപത്തെ ധരിച്ചു. സമധിരൂഢ രൂപാന്തരം പ്രാപിച്ചു. എങ്ങനെയാണ് സമധിരൂഢം? അതിഗംഭീരമായിട്ടുള്ള മറ്റൊരു രൂപത്തെ ധരിച്ചു. അധസ്ഥലം എന്നിട്ടോ താഴോട്ട്, അജഗ്മുഷി പോകാത്തവളായി, വികസത് അഷ്ടബാഹുസ്ഫുരൻ മഹായുധം, വികസത് അങ്ങോട്ട് വലുതായി. എന്നിട്ടോ 8 കയ്യ്, അഷ്ടബാഹുവായിട്ട് 8 കയ്യിലും, അഷ്ടബാഹു സ്ഫുരത് മഹായുധം, 8 കൈയിലും ശോഭിക്കുന്നതായിട്ടുള്ള മഹായുധങ്ങളോട് കൂടിയിട്ട്, വിഹായസ ആകാശത്തില്, ഗത ആകാശത്തില് അങ്ങോട്ട് പോയി. അതായത് ഈ കയ്യിൻ്റെ മീതെ ആണല്ലോ ഇപ്പോൾ കുട്ടിയുള്ളത്. ആ കുട്ടി അങ്ങോട്ട് ഊർന്നു മുകളിലേക്കാണ് പോയത്, താഴേക്കല്ല പോകുന്നത്. എന്നിട്ടോ അവിടെ കൊണ്ട് വെച്ച് വലുതായിട്ട് ഒരു പ്രത്യേക രൂപത്തെ കൊണ്ട് സ്വീകരിച്ചു. ആ പ്രത്യേക രൂപം എന്നുള്ളത് മഹാദേവിയുടെ, അഷ്ടബാഹു മഹാദേവിയുടെ രൂപമാണ്. ആ 8 കൈകളിലും അതിഗംഭീരമായിട്ടുള്ള ആയുധങ്ങൾ. അതിപ്പോൾ വാളാവാം, ശൂലമാവാം, ഗദയാവാം, മറ്റേ ഈ ദാരികന്റെ തല പോലത്തെ ആവാം, ഭദ്രകാളിയുടെ രൂപമാണ്. അപ്പം ഇങ്ങനെ 8 കൈകളിലും 8 ആയുധങ്ങളെ പിടിച്ചുകൊണ്ട് വിഹായ സാഗത ആകാശത്തിലങ്ങട്, ആകാശത്തിലേക്കാണ് ഗമിച്ചവളായിട്ട്, ദിദ്യുതേ കില എത്രത്തോളം പ്രകാശിച്ചു അത്രത്തോളം പ്രകാശിച്ചു. അഹോ എന്തൊരാശ്ചര്യം! അതാണ്. അപ്പോൾ ഈ 8 കൈകളിൽ ഏതൊക്കെ തരത്തിൽപ്പെട്ടതായിട്ടുള്ള ചീത്തകളെയാണോ ഹനിക്കേണ്ടത് അതിനുള്ള ആയുധങ്ങളും, അതേപോലെ ഈ സാത്വികരെ എങ്ങനെയാണോ രക്ഷിക്കേണ്ടത് അതുപോലെയുള്ള ആയുധങ്ങളും കൈപിടിച്ചുകൊണ്ട് പരിപൂർണ തമ ആയിട്ട് തന്നെയാണ് നന്ദജ ഈ ഭദ്രകാളി ആ ദർശനം കൊടുത്തത് കംസന് വേണ്ടിയിട്ട്. ഞാൻ ആരാണെന്ന് നീ കണ്ടോളൂ എന്ന നിലയ്ക്ക്. തതോ ഭവതുപാസകോ ഛടിതി മൃത്യുപാശാദിവ. ഉപമ അങ്ങനെയാണ്. എപ്രകാരത്തിലാണോ അങ്ങയുടെ ഉപാസകന്മാര് ഈ കാലപാശത്തിൽ നിന്നും രക്ഷപ്പെടുന്നത് അതേപോലെ പ്രമുച്ച തരസാ ഏവ സ സമധിരൂഢരൂപാന്തര. ഈ മായാദേവിയായിട്ടുള്ള നന്ദജ വളരെ പെട്ടെന്ന് തന്നെ കംസന്റെ ആ കയ്യിൽ നിന്നും ഊളിയിട്ട് മുകളിലേക്ക് പോയിട്ട് മറ്റൊരു രൂപത്തെ സ്വീകരിച്ചു. അധസ്ഥലം അജഗ്മുഷി വികസത് അഷ്ടബാഹുസ്ഫുരൻ. എന്നിട്ടോ താഴേക്ക് വരാതെ കണ്ട് മുകളിലേക്ക് പോയിട്ട് 8 കൈകളോട് കൂടിയിട്ട് പ്രത്യേകമായിട്ടുള്ളൊരു രൂപത്തെ സ്വീകരിച്ചുകൊണ്ട് മഹായുധമഹോ ഗത കില വിഹായ സാദിദ്യുതേ. 8 കൈകളോട് കൂടിയിട്ട് 8 കൈകളിലും പ്രത്യേകമായിട്ടുള്ള ആയുധങ്ങളെയൊക്കെ വഹിച്ചുകൊണ്ട്
അത്യധികം ശോഭയോട് കൂടിയിട്ട് ആ അന്തരീക്ഷത്തിൽ അങ്ങോട്ട് വിളങ്ങി. എത്രത്തോളം പ്രകാശമാനമായിട്ട് സൂര്യൻ കാണുന്നുവോ അതേപോലെ വല്ലാത്തൊരു പ്രകാശ ജ്യോതിസായിട്ട്, എന്നാൽ വളരെ സുന്ദരിയായിട്ടുള്ള രൂപത്തിൽ 8 കൈകളോട് കൂടിയിട്ടുള്ള മഹാദേവിയായിട്ട് കംസന് ദർശനം കൊടുത്തു. സർവത്ര ശ്രീമദ് ദേവി നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ, സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ, അല്ലെങ്കിൽ ശ്രീ മഹാദേവി നമ, എന്താ ചാവാം, രണ്ടും ഒന്ന് തന്നെ. ഈ നന്ദജയാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ലീലകൾക്ക് ചുക്കാൻ പിടിക്കുന്നത് എന്ന് സാരം. അതാണ് തതോ ഭവതുപാസകോച്ഛടിതി മൃത്യുപാശാദിവ പ്രമുച്യ തരസൈവ സാ സമധിരൂഢരൂപാന്തര അധസ്ഥലമജഗ്മുഷീ വികസദഷ്ടബാഹുസ്ഫുരൻ മഹായുധമഹോ ഗദാഖില വിഹായ സാദിദ്യുതേ. ആ കന്യകയാവട്ടെ അങ്ങയെ ഭജിക്കുന്നതായിട്ടുള്ള ഭക്തന്മാരെ എങ്ങനെയാണോ മൃത്യുപാശത്തു നിന്നും രക്ഷപ്പെടുന്നത്, അതേപോലെ കംസന്റെ പിടിയിൽ നിന്നും അതിവേഗം ഓളിയിട്ട് മുകളിലേക്ക് പോയി അതിനുശേഷം മറ്റൊരു പ്രത്യേകമായിട്ടുള്ള മഹാദേവിയുടെ രൂപത്തെ സ്വീകരിച്ചുകൊണ്ട് താഴോട്ട് വരാത്ത വിധം ആകാശത്തിലെ 8 കൈകളിലും ശോഭിക്കുന്നതായിട്ടുള്ള പരിപൂർണതമയായിട്ടുള്ള മഹാദേവി 8 കൈകളിലും 8 ആയുധങ്ങളെ എടുത്തുകൊണ്ട് ആകാശത്തിലൂടെ എത്രത്തോളം വലുതായിട്ട് ശോഭയോട് കൂടിയിട്ട് ആകർഷക ഭാവത്തോടു കൂടിയിട്ട് സുന്ദരിയായിട്ട് ഇങ്ങനെ കംസന് ദർശനം കൊടുത്ത് ശോഭിച്ചു. അത് വല്ലാത്തൊരു ആശ്ചര്യം തന്നെ എന്നിങ്ങനെ 5 ശ്ലോകങ്ങൾ ഇപ്പം നമ്മൾ പാരായണം ചെയ്തു. ഇനി അമ്മയുടെ വാക്ക് ആണ്, കംസൻ പരിഭ്രമിക്കണ്ട, നിന്നെ കൊല്ലാനുള്ള അന്തകൻ ജനിച്ചിട്ടുണ്ട്, നിനക്ക് കഴിവുണ്ടെങ്കിൽ കൊന്നോ എന്നെല്ലാം പറയുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. നൃശംസതര കംസതേ കിമു മയാ വിനിഷ്പിഷ്ടയാ ബഭൂവ ഭവദന്തക ക്വജന ചിന്ത്യതാം തേ ഹിതം ഇതി ത്വദനുജാ വിഭോ ഖലമുദീര്യ തം ജഗ്മുഷീ മരുദ്ഗണപണായിതാ ഭുവി ച മന്ദിരാണ്യേയുഷീ. നൃശംസതര കംസ, അതിനിഷ്ഠുരനായിട്ടുള്ള ഒരു തരത്തിലും നിന്നെ ആരെങ്കിലും ബഹുമാനിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യില്ല. അത്ര ക്രൂരനായിട്ടുള്ള നിഷ്ഠുരനായിട്ടുള്ള കംസ, വിനിഷ്പിഷ്ടയ, അടിച്ച് പൊടിയാക്കപ്പെട്ടതായിട്ടുള്ള മയ എന്നാൽ, തേ നിനക്ക്, കിമു എന്താണ് പ്രയോജനം, ഞാൻ അഥവാ നിന്നെ ശിക്ഷിച്ചു എന്ന് കൂട്ടുക. നിന്നെ കൊല്ലാൻ എനിക്ക് യാതൊരു പ്രയാസമില്ല, പക്ഷെ എന്നിട്ട് എന്താ കാര്യം? അതുകൊണ്ട് കാര്യമില്ല. ഭഗവാന്റെ വാക്ക്, അശരീരി വാക്ക് കേട്ടിട്ടില്ല 8ാമൻ കൊല്ലുന്നുള്ളത്. വേണമെങ്കിൽ ഞാൻ ഇപ്പോൾ 8ാമനായിട്ട് നിന്നെ കൊല്ലാൻ എനിക്ക് കൂട്ടിയാൽ പറ്റും, പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. കാരണം നിന്റെ അന്തകൻ ഞാനല്ല. ഭവത് അന്തക ക്വജന ബഭൂവ, നിന്റെ അന്തകൻ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട്, എവിടെയാന്ന് എനിക്കറിയില്ല. തേ ഹിതം ചിന്ത്യതാം, നിനക്ക് ഹിതമായിട്ടുള്ള നീ ചിന്തിച്ചോ നിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട്. ഇതി ഇങ്ങനെ വിഭോ ത്വദനുജ, ഭഗവാനോട് പറയാം മേൽപ്പത്തൂര്, ഇങ്ങനെ അങ്ങയുടെ സഹോദരി ഇപ്രകാരത്തിൽ കംസനോട് നന്നായിട്ട് തന്നെ പറഞ്ഞു. തം ഖലം, ആ ദുഷ്ടനായിട്ടുള്ള കംസൻ, ഉദീര്യ മരുദ്ഗണ പണായിത, ഈ ദേവസമൂഹത്താൽ പ്രശംസിക്കപ്പെട്ടവളായിട്ട് സ്തുതിക്കപ്പെട്ടവളായിട്ട് ആ അമ്മയെ മഹാദേവിയെ എല്ലാവരും വളരെയധികം വേദസാര സ്തുതികളെ കൊണ്ടെല്ലാം സന്തോഷിപ്പിച്ച് ജഗ്മുഷി ഭുവീച്ച, എല്ലാ നാടുകളിലും കാവുകളിലേക്ക് കുടിയിരിക്കണം എന്നാണ് ഭഗവാന്റെ ആജ്ഞ. അതിനനുസരിച്ച് ലോകത്തിലുള്ള എല്ലാ ദിക്കിലേക്കും ജഗ്മുഷി അവിടേക്ക് ചെന്നു. എന്നിട്ടോ ഭുവീച്ച, ലോകത്തിലെല്ലാ ദിക്കിലും മന്ദിരാണി യേയുഷി, ക്ഷേത്രങ്ങളിൽ പ്രാപിച്ചു, അവിടെ കുടിയിരുന്നു. അമ്മ കംസനോട് പറഞ്ഞു, എന്താ പറഞ്ഞത്? നിന്റെ അന്തകൻ ജനിച്ചിട്ടുണ്ട്, എനിക്കിപ്പോൾ നിന്നെ കൊല്ലാൻ ഒരു പ്രയാസമില്ല, പക്ഷേ ഞാനത് ചെയ്യണില്ല. നിനക്ക് കഴിവുണ്ടെച്ചാൽ, എനിക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടെച്ചാൽ, നിന്റെ ഇഷ്ടത്തിന് എന്താ വെച്ചാൽ അത് നീ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് അമ്മ അവിടെ നിന്ന് മറിഞ്ഞു. എവിടേക്കാണോ ഭഗവതി സാന്നിധ്യം വേണ്ടത് വെച്ചാൽ അവിടേക്കാ ചെന്നു. അവിടെ ക്ഷേത്രങ്ങളിൽ ദേവതയായിട്ട് കുടിയിരിക്കുകയും ചെയ്തു എന്ന് ഈ ശ്ലോകം. നൃശംസതര കംസതേ കിമു മയാ വിനിഷ്പിഷ്ടയാ ബഭൂവ ഭവദന്തക ക്വചന ചിന്ത്യതാം തേ ഹിതം ഇതി ത്വദനുജാ വിഭോ ഖലമുദീര്യ തം ജഗ്മുഷീ മരുദ്ഗണപണായിതാ ഭുവി ച മന്ദിരാണ്യേയുഷീ. ഇനി 7ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് അടുത്തതിൽ പറയാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ, സർവത്ര ശ്രീമദ്ദേവി നാമ സങ്കീർത്തനം ശ്രീ മഹാദേവി.